All of you, again, warm welcome to our lesson that is coordinates. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് എന്താണ് ക്വാഡ്രാൻസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, എങ്ങനെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാണ്. ഇനി നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റിലെ ദാറ്റ് ഈസ് 125-26 ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് എടുത്തിരിക്കുക കേട്ടോ. അതിൽ പേജ് നമ്പർ 134 ഫസ്റ്റ് സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്. ആലോചിച്ച് നോക്കിയേ, ദ വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലെ ഏത് പോയിന്റിൻ്റെയും വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇഫ് ദ പോയിന്റ് ഈസ് ഓൺ ദി എക്സ് ആക്സിസ്, ഇറ്റ്സ് വൈ കോർഡിനേറ്റ് ഈസ് ഓൾവേസ് 0. അപ്പം ഫസ്റ്റ് ആൻസർ 0 ആണ്. സെക്കൻഡ്, ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദി വൈ ആക്സിസ്. If the point is on the y-axis, its x-coordinate is always 0. See. Next, ഞാൻ പഠിപ്പിച്ചതാണ് the coordinates of the origin. Origin's coordinates 0, 0. Then, the y-coordinate of any point on the line through 0, 1, parallel to x-axis. Parallel to x-axis ആണെങ്കിൽ ആ ലൈനിലുള്ള എല്ലാത്തിൻ്റെയും വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ആൻസർ ഈസ് 1. സിമ്പിൾ. കഴിഞ്ഞ ക്ലാസ്സും കൂടി എടുത്ത് പഠിച്ചവർക്കേ സിമ്പിൾ ആവുള്ളേ. ദെൻ ദി എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദ ലൈൻ 1, 0. 1, 0 മീൻസ് 1, 0 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? 0 എക്സ് ആണ്, 0 വൈ ആണ്. വൈ കോർഡിനേറ്റിലെ 0. അപ്പോൾ പോയിന്റ് ഈസ് ഓൺ ദി എക്സ് ആക്സിസ് പാരലൽ ടു ദി വൈ ആക്സിസ്. വൈ ആക്സിസിന് പാരലൽ ആയിട്ട് എക്സ് ആക്സിസിലൂടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. വൈ ആക്സിസിന് ഹിയർ, വൈ ആക്സിസ് ഇതാണ് വൈ ആക്സിസ്, ഇതിന് പാരലൽ ആയിട്ട് എക്സ് ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എക്സ് വാല്യൂ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഹിയർ എക്സ് 1 ആണ്. ആൻസർ 1 ആയിരിക്കും. ഫസ്റ്റ് സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഈസ് ഓവർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ അതിൽ പറയുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് അനലൈസ് ചെയ്തിട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ അതിൽ പറയുന്നത്, യെസ്, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി അതർ 3 വേർട്ടിസസ് ഓഫ് ദ റെക്ടാങ്കിൾ. ഇങ്ങനെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും തന്നിട്ടുണ്ട്. ഇവിടെ ഒരു റെക്ടാങ്കിൾ പറയുന്നുണ്ട്. ഇനി ഇവിടെ തന്നിട്ടുണ്ട് റെക്ടാങ്കിളിൻ്റെ 4, 3-യും 0-യും. ഇത് 4, 3 ആണെന്ന് തന്നിട്ടുണ്ട്, ഇത് 0 ആണെന്ന് തന്നിട്ടുണ്ട്. യു ആർ വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് ദി അതർ coordinates of the other points, other vertices. ഇവിടെ 4 vertex അല്ലേ ഉള്ളത്. ഇതൊരു ഫസ്റ്റ്. ഈ പോയിന്റ് ഈസ് ഓൺ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലാണെങ്കിൽ ഇതിന്റെ y 0 ആയിരിക്കും. എക്സ് അറിയാൻ നമ്മളിതാ ഈ പോയിന്റിലേക്ക് നോക്കിയാൽ മതി. ഇത് ഏതിന് പാരലൽ ആയിട്ട് കിടക്കുന്നതാണ്? വൈക്ക് പാരലൽ ആയിട്ട് കിടക്കുന്ന ലൈനിൽ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 4, 0. ഇത് എങ്ങനെ ഞാൻ 4, 0-ലേക്ക് എത്തി? വെരി സിമ്പിൾ. ഈ ലൈൻ വൈക്ക് പാരലൽ ആണ്. വൈക്ക് പാരലൽ ആണെങ്കിൽ എക്സ് ഈക്വൽ ആയിരിക്കും. പിന്നെ ഈ പോയിന്റ് ഈസ് ഓൺ ദി എക്സ് ആക്സിസ്. പോയിന്റ് കിടക്കുന്നത് എക്സ് ആക്സിസിലാണ്, അതിന്റെ y 0 ആയിരിക്കും. സിമ്പിൾ റീസണിങ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ 0, 0. ഇത് നമുക്കറിയാം ഒറിജിൻ ആണ്, 0, 0 ആയിരിക്കും. ഇനി നമ്മൾക്ക് ഇവിടെ നോക്കണം, ഇത് പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? എക്സ് ആക്സിസിലാണോ വൈ ആക്സിസിലാണോ? ഇത് വൈ ആക്സിസിലാണ്. എക്സ് 0 ആയിരിക്കും. അതിനാരോടും ചോദിക്കണ്ട. ബിക്കോസ് ഇറ്റ് ഈസ് ലൈങ്, ഇഫ് ദിസ് പോയിന്റ് ഈസ് ലൈങ് ഓൺ ദി വൈ ആക്സിസ്. ഇഫ് ഇറ്റ് ഈസ് ലൈങ് ഓൺ ദി വൈ ആക്സിസ്, ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ് ഈസ് 0. ഇനി വൈ കോർഡിനേറ്റ് അറിയാൻ നമുക്ക് ഇങ്ങനെ നോക്കാം. യെസ്, ഇത് ഏതിന് പാരലൽ ആണ്? ഈ ലൈൻ ഏതിന് പാരലൽ ആണ്? എക്സിന് പാരലൽ ആണ്. ആ പോയിന്റ്സിന്റെ ഒക്കെ വൈ ഈക്വൽ ആയിരിക്കും 0, 3. ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തത് ഞാൻ എൻ്റെതായ ഒരു പ്രോബ്ലം തരാം.
ഇതൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് കണ്ട് മനസ്സിലാക്കി പോയാൽ ഒരു പ്രശ്നവുമില്ല. മാത്സിനോളം ഈസി വേറെ ഒരു സബ്ജക്റ്റും ഇല്ല കേട്ടോ. യെസ്, ഇവിടെ ഞാൻ റെക്റ്റാങ്കിൾ ഫോം ചെയ്തു. ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു വേർട്ടെക്സിൻ്റെ വാല്യൂസ് തന്നു. തന്നു കഴിഞ്ഞു. ഇനി ഇത് മറ്റു 4 കാണണം. ഉടനെ നമുക്കറിയാം ഇത് 0 0 ആണ്, അത് പഠിച്ചു വെച്ചു. ഇനി നമുക്കറിയാം ഈ പോയിന്റിന്റെ എക്സിലേക്ക് വന്നാൽ ഇത് -3 ആണ്, വൈയിലേക്ക് പോയാൽ ഇത് 2 ആണ്. ഇനി ഇതിന്റെ കോർഡിനേറ്റ്സ് കാണാൻ ഇങ്ങനെ കണ്ടാൽ പോരാ. കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസിലാണെങ്കിൽ അതിന്റെ y 0, ഈ പോയിന്റ് ഓൺ ദി y ആക്സിസ് അപ്പോൾ അതിന്റെ x 0, അപ്പോൾ 0 2. സോ സിമ്പിൾ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ടെക്സ്റ്റിൽ ഇനിയും ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ നോക്കി പഠിക്കാം. ഇനി ഒന്നുകൂടി സാറ് പറയാം വേറൊരു പ്രോബ്ലം. നിങ്ങൾ കൂടുതൽ ഫെമിലിയർ ആവാനും നിങ്ങൾക്കത് ഈസി ആവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ഇത് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള 3 പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ആദ്യം നമുക്കറിയാം ഇത് 0 0 ആസ് ഇറ്റ് ഈസ് ദ ഒറിജിൻ. ഇനി ഈ പോയിന്റിന് x 5 ആണ്, അപ്പൊ എക്സിലേക്ക് പോകണം ആദ്യം, അപ്പൊ ഇത് 5 ആണ്. ഇനി y -3, അപ്പൊ വൈയിലേക്ക് വരുമ്പോൾ ഇത് -3 ആണ്. ഇനി നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. എക്സ് ആക്സിസിലെ പോയിന്റിന്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി ഇത് y ആക്സിസിലെ പോയിന്റ് ആണ്, അതിന്റെ x 0 ആയിരിക്കും. 4 പോയിന്റ്സും കിട്ടി. മനസ്സിലായി എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. യെസ്, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോണത് ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആ ലെസൺ ഞാൻ കവർ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിന്റെ 2 വേർട്ടെക്സ്, ഒന്ന് 2 4 -2 3, ഇത് -2 3, ഇത് 2 4. You are wanted to find out the coordinates of the other 2 vertices. ഇതിൻ്റെയും കോർഡിനേറ്റ്സ് കാണണം. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വലിയ സംഭവമാണ്. വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ച ആ ഒരു കാര്യം, ആ ഒരു ഇന്റേണൽ മാത്തമാറ്റിക്സ് ഒന്നുകൂടെ കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെ വിചാരിക്കുമ്പോൾ ഓർക്കുക, ഇത് ഏതിനാണ് പാരലൽ? ഇങ്ങനെ വരുന്നത് വൈക്ക് പാരലൽ, അപ്പോൾ അതിൻ്റെ എക്സ് ഈക്വൽ ആണ്, x2. ഇനി ഇങ്ങനെ നോക്കുക, ഇത് ഏതിന് പാരലലാണ്? എക്സിന് പാരലലാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും y ഈക്വൽ. ഇവിടെ y 3 ആണ്, ഇവിടെയും 3 ആയിരിക്കും. ഇൻ ദ സെയിം വേ. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടിക്ക് ഇട്ടു. ഇനി ഇവിടെ വരുമ്പോൾ ഈ പോയിന്റിൽ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ഇത് ഏതിന് പാരലലാണ്? എക്സിന് പാരലലാണ്. എക്സിന് പാരലലാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും y ഈക്വൽ ആയിരിക്കും. അപ്പോൾ y കിട്ടി. ഇനി മുമ്പിൽ ഇനി ഇത് ഏതിന് പാരലലാണ്? വൈക്ക് പാരലലാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും x ഈക്വൽ ആയിരിക്കും, -2. ഇത്രയും സിമ്പിളായിട്ട് ചിന്തിക്കാനുള്ളൂ. ഇത് ടെക്സ്റ്റിലെ പേജ് നമ്പർ 139 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചത്. എല്ലാ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ പാസ് ചെയ്യില്ല, ഇത് വീഡിയോ ക്ലാസ് ആണ്. ഇത് ഞാൻ ഫണ്ടമെൻ്റലി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് തരുന്നതാണ്. ഇഫ് യു ആർ വെരി സിൻസിയർ വൈൽ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, ഐ ആം സോ ഷുവർ you will become so fluent in this lesson. Okay. Next question ഞാൻ പറയാം. ടെക്സ്റ്റിലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Yes, here is another rectangle. -1 -2. Here 2 -4. You are wanted to find out the other vertices. Coordinates of the other 2 vertices. അപ്പോൾ സിമ്പിൾ റീസണിങ് ഇവിടെ വന്നു. ഏതിന് പാരലൽ എന്ന് ചിന്തിച്ചു. ഇങ്ങനെ വരുമ്പോൾ വൈക്ക് പാരലൽ, അപ്പോൾ എക്സ് ഈക്വൽ. ഓക്കെ, ഇനി തിരിച്ച് ചിന്തിക്കാം. ഇങ്ങനെ വരുമ്പോൾ ഏതിന് പാരലൽ? എക്സിന് പാരലൽ, അപ്പോൾ വൈ ഈക്വൽ 2 -2. നമ്മൾ കണ്ടുപിടിച്ച കാര്യം. ഇനി ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ രണ്ടും വൈക്ക്
പാരലൽ അല്ലേ? വൈ ഇങ്ങനെയല്ലേ വരിക, നടുവിൽ വിചാരിച്ചു നോക്കിയാൽ വൈ ഇങ്ങനെയാണ് വരിക. ഇത് രണ്ടും വൈക്ക് പാരലൽ. അപ്പോൾ രണ്ടിൻ്റെ എക്സ് ഈക്വൽ. എക്സ് ഇവിടെ -1, ഇവിടെയും -1. ഇനി ഇങ്ങനെ ചിന്തിക്കുക, ഇപ്പോൾ എക്സിന് പാരലൽ, അപ്പോൾ രണ്ടിൻ്റെ വൈ ഈക്വൽ. വെരി ഗുഡ്. അപ്പോൾ ഇതും കഴിയും. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വരാം. അടുത്ത സെക്ഷനിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, പോയിന്റ്സ് തരും. നമ്മളോട് പറയുന്നത് വിത്തൗട്ട് ഡ്രോയിങ് ആക്സസ് എന്നാണ്. സാർ ഒരു കള്ളത്തരം പഠിപ്പിക്കാൻ പോവാ കേട്ടോ. 3, 5 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. 3, 5. പിന്നെ അടുത്ത വരുന്നത് 7, 8. 7, 8. 3, 5, 7, 8. ഇത് ഓപ്പോസിറ്റ് വേർട്ടിസസിൻ്റെ ആണ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വേർട്ടിസസ് ആണിത്. 3, 5, 7, 8. ഇത് നിങ്ങളോട് വിത്തൗട്ട് ഡ്രോയിങ് ആക്സസ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ മനസ്സിൽ അത്രയ്ക്ക് പെട്ടെന്നൊന്നും ഇതൊന്നും ചിലപ്പോൾ നിങ്ങൾ കുട്ടികളല്ലേ. അപ്പോൾ വർക്കിംഗ് കോളത്തിൽ റഫായിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. ജസ്റ്റ് അല്ലാതെ വരയ്ക്കാനല്ല ഫെയർ ആയിട്ട്. 7 ഫസ്റ്റ് 3, 5 ആണ്. 3, 5 എന്ന് പറഞ്ഞാൽ 1, 2, 3. എക്സിലെ 3 1, 2, 3, 4, 5. അപ്പോൾ എക്സിലെ 3 ഇവിടെയും വരും, വൈയിലെ 5 ഇവിടെയും വരും. 3, 5. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഇമാജിൻ ചെയ്യുമ്പോൾ ഇവിടെയാണ് ഒരു പോയിന്റ്, ഈ പോയിന്റ് വരുന്നത്. അപ്പം എ എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. എ വരുന്നത് അവിടെയാണ്. ഇനി 7, 8 എന്ന് പറഞ്ഞാൽ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെയല്ലേ പോകുന്നേ. ഇത് 4, 5, 6, 7, 8. ഇതാ 7 ഇവിടെ 3, 4, 5, 6, 7. 7ലെത്തി. ഇവിടെ 7 എക്സ് വാല്യൂ, 7 അവിടെ എത്തി. 8 വൈ വാല്യൂ. അപ്പോൾ ഇവിടെയാണ് വരിക അല്ലേ പോയിന്റ് ഏകദേശം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെയാണ് പൊസിഷൻ. അപ്പോൾ 3, 5 നിങ്ങൾ ഫെയർ പാർട്ടിൽ, ഇത് കള്ളത്തരാണ് കേട്ടോ. ഫെയർ പാർട്ടിലേക്ക് വരിക. 7, 8 ഇവിടെ വരും. ഇനി ബാക്കിയുള്ള വേർട്ടിസസിനെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായില്ലേ? അത് ഫ്ലുവൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. മെൻ്റലി ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പൊസിഷൻ നോക്കിയിട്ട് ചെയ്യാം. ഇനി ഇതിനെ ചിന്തിച്ചു, ഇത് ഏതിന് പാരലലാണ്? വൈക്ക് പാരലലാണ് അല്ലേ? ഇങ്ങനെ വരുമ്പോൾ വൈക്ക് പാരലലാണ്. അപ്പോൾ എക്സ് ഈക്വൽ ആയിരിക്കും 7. ഇങ്ങനെ വരുമ്പോൾ എക്സിന് പാരലലാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വൈ ഈക്വൽ ആയിരിക്കും 7, 5. അതാണ് ഇതിൻ്റെ വാല്യൂ. ഇനി ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ വൈക്ക് പാരലൽ, വൈ ഇങ്ങനെയല്ലേ വരുന്ന നടുവിൽ, അപ്പോൾ വൈക്ക് പാരലൽ. അപ്പോൾ എക്സ് ഈക്വൽ ആയിരിക്കും 3. ഇങ്ങനെ വരുമ്പോൾ എക്സിന് പാരലൽ, അപ്പോൾ വൈ ഈക്വൽ ആയിരിക്കും. നമുക്ക് നേരത്തെ പിക്ചർ തന്നു, പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് പിക്ചർ തരുന്നില്ല. എന്നിട്ട് നമ്മളോട് പിക്ചറിൽ ആ പോയിന്റ്സിൻ്റെ പൊസിഷൻ നമ്മളോട് ചെയ്യാനാണ് പറയണേ. അപ്പം നമ്മളിപ്പം ഇമാജിൻ ചെയ്ത് തെറ്റിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ റഫായിട്ട് വർക്കിംഗ് കോളത്തിൽ എവിടെയെങ്കിലും ഫെയർ പാർട്ടിൽ വരയ്ക്കരുത്, വരച്ചിട്ട് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അടുത്ത പൊസിഷൻ സർ പറയാം, അതുപോലെ തന്നെ നമുക്ക് റഫിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. -3, 5, -7, 1. -3, 5, -7, 1. -3, 5, -7, 1. നിങ്ങളോട് പറയുന്നത് റെക്റ്റാങ്കിൾ വരയ്ക്കണം. വരച്ചു വെച്ചു, അതൊക്കെ നമ്മൾ ചെയ്തു. ഇനി ഇതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. അത് ചിലപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റിയില്ല, വെച്ചിട്ട് മാർക്ക് കളയാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ വർക്കിംഗ് കോളത്തിലോ എവിടെയെങ്കിലും വെറുതെ ഒരു റഫായിട്ട് വരച്ചു നോക്കി. -3, -7 ആണ് എക്സിൻ്റെ വാല്യൂ. ഇതൊരു എക്സിൻ്റെ വാല്യൂ -3. അപ്പോൾ 1, 2, 3 ഇതാ -3 ഇവിടെ വന്നു. 5 വൈൻ്റെ വാല്യൂ ആണ്. 1, 2, 3, 4, 5. അപ്പോൾ ഇത് രണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും. -3, 5. ഇനി അടുത്ത് -7, 1. അപ്പോൾ -3 കഴിഞ്ഞാൽ -4, 4, -5, -6, -7 ഇവിടെയാണ് വരിക അല്ലേ? 1 ഇവിടെയാണ് വരിക. വൈയുടെ 1 അല്ലേ? 1 ഇവിടെയാണ് വരിക. അപ്പോൾ ഇതേപോലെ തന്നെ ഇങ്ങനെയാണ് പൊസിഷൻ വരിക. -3, 5 ഇവിടെ വരും. -7, 1 ഇവിടെയും വരും. ഓക്കെ, മനസ്സിലായില്ലേ? കള്ളത്തരം മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ ഇത് ഒഴിവാക്കി. ഇത് റഫല്ലേ, അത് വേണ്ട. നമ്മളിവിടെ പോയിന്റ്സ് ഒക്കെ കറക്റ്റാക്കി എഴുതി വെച്ചു. ഇനി ഇത് ഏതിന് പാരലലാണ്? മനസ്സിന് വേഗം പറയും. ഇത് വൈക്ക് പാരലലാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ എക്സ് ഈക്വൽ ആയിരിക്കും. ഇനി ഇത് എക്സിന് പാരലലാണ്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും വൈ ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഇത് ഇപ്പോൾ വൈക്ക് പാരലലാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സ് ഈക്വൽ ആയിരിക്കും.
ഇങ്ങനെ വരുമ്പോൾ y ഈക്വൽ ആയിരിക്കും. യെസ്, ഈ ടോപ്പിക്ക് ഇതാണ്. നമ്മളിപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ വേർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്റ്റൻസസ് ആണ്. ഡിസ്റ്റൻസസ് നമുക്ക് ഒരു ഡിസ്റ്റൻസോ രണ്ട് ഡിസ്റ്റൻസോ നമുക്ക് ഇവിടെ പഠിക്കാം. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നോക്കാം. ഇത് പഠിച്ചതിന് ശേഷം സാറിൻ്റെ ഈ ഒരു വീഡിയോ ക്ലാസ് നന്നായി ഇരുന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ബാക്കിയെല്ലാം ചെയ്ത് നോക്കുക. ഇവിടെ നോക്കാം. നമുക്ക് ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. യെസ്, ഇതിനെ ഞാൻ എക്സ് എന്നും ഇതിനെ ഞാൻ എക്സ് ഡാഷ് എന്നും ഇട്ടു. ഇവിടെ ഞാൻ വൈ കൊടുത്തു, വൈ ഡാഷ് ഇട്ടു. 1 2 3 4 -1 -2 -3 -4 1 2 3 4 -1 -2 -3 -4. ഇപ്പം നമ്മൾ പാസ് ചെയ്യുന്ന ടോപ്പിക്ക് ഡിസ്റ്റൻസസ് ആണ്. ഈ ഡിസ്റ്റൻസസ് ഇപ്പം ഇവിടെ ഞാൻ എയിൽ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, സോറി എക്സിൽ എ. ഇവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു ബി. ബോത്ത് ആർ ലൈങ് ഓൺ ദ സെയിം ആക്സിസ്. രണ്ട് പോയിന്റ്സും എക്സ് ആക്സിസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിന് നമുക്ക് വേണമെങ്കിൽ x1 എന്നും കൊടുക്കാം, ഈ പോയിന്റിന് നമുക്ക് വേണമെങ്കിൽ x2 എന്നും കൊടുക്കാം. ഈ x1 നിന്ന് x2ലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ നമുക്ക് ഫിംഗർ കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 1 2 3 ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 2 3 4 5 6 യൂണിറ്റ്സ്. സിമ്പിൾ. ഡിസ്റ്റൻസ് 6 യൂണിറ്റ് ആണ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 6. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ? ഇഫ് ദ പോയിന്റ്സ് ആർ ടു അപ്പാർട്ട്, ഒരുപാട് അകലെയാണ് പോയിന്റ്സ് എന്ന് വെച്ചാൽ ഇത് നടക്കുമോ? നമുക്ക് നടക്കില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അതിനൊരു പെർമനൻ്റ്ലി ഒരു ഫോർമുല ഉണ്ട്. d ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2. ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2 മീൻസ് x1 നിന്ന് x2ലേക്കുള്ള ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല ഇപ്പോൾ x1 -4 ആണ്. അപ്പോൾ നമ്മളിവിടെ ഫോർമുല പ്രകാരം എഴുതി ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -4. ഇതാണ് -4. അടുത്തത് 2 ആണ്, -2. Absolute value of x1 minus x2. x1 minus 4 minus x2 2. അപ്പോൾ d is equal to മൈനസ് അടുത്ത് വന്ന് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും, എന്നിട്ട് സെയിം സൈൻ ഇടും, -6. ആബ്സല്യൂട്ട് വാല്യൂ നിന്ന് പുറത്ത് വരുമ്പോൾ അതിൻ്റെ ആൻസർ 6 യൂണിറ്റ്സ് ആവും. ഇതിനെ നമുക്ക് നേരത്തെ ഡയറക്റ്റ് ആയിട്ട് കിട്ടിയതും. അപ്പം എക്സ് ആക്സിസിലുള്ള രണ്ട് പോയിന്റ്സിൻ്റെ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2. ഇനി ഞാൻ എക്സ് ആക്സിസ് മാത്രം വരച്ച് കാണിക്കാം. എക്സ് ആക്സിസ് മാത്രം ഞാൻ ഇവിടെ വരച്ച് കാണിക്കുന്നു. അതിലെ രണ്ട് പോയിന്റ്സ് ഇവിടെയാണ് ഞാൻ എക്സ് ആക്സിസ് വരച്ചത്. യെസ്, ഇവിടെ ഞാൻ 0 വെച്ചു. ഇത് എക്സ് ആക്സിസ് 0, ബാക്കി അങ്ങോട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ -1 -2 -3. ഇവിടെ കുറേ ഇങ്ങോട്ട് പോയിന്റ്സ് കുറേ ഉണ്ട്. ഇമാജിൻ ചെയ്താൽ മതി കേട്ടോ, ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ. യെസ്, ഇവിടെ -101. ഇങ്ങോട്ട് പോകുന്നതോറും കൂടി വരും. ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് ഫിംഗർ കൗണ്ടിങ് ഒന്നും കറക്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. d ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2. ദാറ്റ് ഈസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -101 മൈനസ് x2 എത്രയാ? -3. ഇവിടെ രണ്ട് മൈനസ് അടുത്തടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇത് x1, ഇത് സിമ്പിളിൻ്റെ ഫോർമുലയിലുള്ള മൈനസ്. ഇത് x2. x1 എന്ന് പറഞ്ഞാൽ -103 -3. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് അത് വരുമ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -101 അങ്ങനെ തന്നെ. ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും, +3 ആവും. ഒരു പ്ലസ് ഒരു മൈനസ് വരുമ്പോൾ എന്ത് ചെയ്യാം? വി ക്യാൻ ഡു ദ സബ്ട്രാക്ഷൻ ആൻഡ് പുട്ട് ദ ഗ്രേറ്റർ സൈൻ. അപ്പോൾ നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -98 കിട്ടും അല്ലേ? വലുതെന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തപ്പോൾ യെസ് 101 നിന്ന് 3 സബ്ട്രാക്ട് ചെയ്താൽ 98 -98. പിന്നെ പുറത്തേക്ക് വരുമ്പോൾ 98 യൂണിറ്റ്സ് ആയിട്ട് ആൻസർ വരും. ആബ്സല്യൂട്ട് വാല്യൂ ഒഴിവാക്കുമ്പോൾ ആ മോഡുലസ് ആ സിമ്പിൾ പോകുമ്പം സൈൻ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഏത് എക്സ് ആക്സിസിലുള്ള ഏത് പോയിന്റ്സിൻ്റെയും ഡിസ്റ്റൻസ് നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ കിട്ടും. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 പോയിന്റ്സ് ഓൺ ദി എക്സ് ആക്സിസ് ഈസ് ഈക്വൽ ടു d. That is equal to absolute value of x1 minus x2.
In the same way, we can find out the distance between any two points on the y-axis, taking the vice versa. That is, y1 distance between any two points on the y-axis is equal to d is equal to absolute value of y1 minus y2. ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. y1 മൈനസ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ആ രണ്ട് പോയിന്റ്സിൻ്റെ ഡിസ്റ്റൻസ് കാണാൻ അത്രയും നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. മനസ്സിലായോ? ഇതാണ് ഓൺ ദി എക്സ് ആക്സിസും ഓൺ ദ വൈ ആക്സിസ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇനി അല്ലാത്തവ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൺസിഡർ ചെയ്യും. അപ്പം 2 ക്ലാസ് ഞാനിപ്പോൾ ചെയ്തതിൽ വെച്ചിട്ട് 2 ക്ലാസ്സും നന്നായിട്ട് വീഡിയോ വീണ്ടും റീടേക്ക് ചെയ്ത് കാണുക, കണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആഫ്റ്റർ ദാറ്റ് ട്രൈ ടു ഡു യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ് ടു ദെൻ ബൈ ബൈ.